ഒറ്റയ്ക്ക് പടവെട്ടി വന്ന ഒരു നടനുണ്ട് മലയാളത്തിൽ, നിവിൻ പോളി. ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ മലയാള സിനിമയിൽ ജനപ്രിയ താരമായി മാറി നിവിൻ പോളി. തൻ്റേതായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളായി മാറി. ഒരിക്കൽ കായംകുളം കൊച്ചുണ്ണി അടക്കമുള്ള ഹിറ്റുകൾ, പല പല ഹിറ്റുകൾ, ആക്ഷൻ ഹീറോ ബിജു അടക്കമുള്ള ഹിറ്റുകൾ, ഇതൊക്കെ നിവിൻ പോളിയുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടി. പക്ഷേ കയറിപ്പോയ അതേ വേഗതയിൽ നിവിൻ പോളി തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു. നിവിൻ പോളിയുടെ അടുത്ത കാലത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളും പരാജയമാണ്. പരാജയമെന്നാൽ വലിയ ഫ്ലോപ്പാണ്. മൂത്തവൻ വലിയ പരാജയമായി മാറി, മഹാവീര്യർ പരാജയമായി മാറി, പടവെട്ട് 8 നിലയിൽ പൊട്ടി, സാറ്റർഡേ നൈറ്റ് പൊട്ടി, തുറമുഖം പൊട്ടി, രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനിയും മലയാളി ഫ്രം ഇന്ത്യയും എല്ലാം തകർന്ന് തരിപ്പണമായി. നയൻതാരയുമായി അഭിനയിച്ച ലവ് ആക്ഷൻ ഡ്രാമയാണ് നിവിൻ പോളിയുടെ ക്രെഡിറ്റിലുള്ള അവസാനത്തെ ഹിറ്റ് ചിത്രം. എന്തായാലും നിവിൻ പോളി ഒരു രണ്ടാം വരവിന് ഒരുങ്ങുകയാണെന്നാണ് അണിയറ സംസാരം. പക്ഷേ ഒരു രണ്ടാം വരവ് നിവിൻ പോളിക്ക് ഉണ്ടോ എന്ന ഒരു ചോദ്യവും പ്രസക്തമായി മാറുന്നു. നിവിൻ പോളിക്ക് ശേഷം വന്ന ടൊവിനോ തോമസ് ഒക്കെ വലിയ ജനപ്രിയ നായകനായി മാറി. ഒരുപാട് യുവാക്കൾ കടന്നു വരുന്നുണ്ട് സമകാലിക സിനിമയിൽ. അവിടെയാണ് നിവിൻ പോളിക്ക് പിഴച്ചു പോയത്. എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചതെന്ന് പറഞ്ഞാൽ, തിരക്കഥ നന്നായി വായിക്കാതെ അദ്ദേഹം പലപ്പോഴും ഡേറ്റ് കൊടുത്തു എന്നുള്ളതാണ്. പടവെട്ടും സാറ്റർഡേ നൈറ്റും ഒക്കെ ദുർബലമായ തിരക്കഥയായിരുന്നു. നിവിൻ പോളിയുടെ അഭിനയത്തിനൊരു പ്രശ്നമില്ല, അദ്ദേഹം നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന നടനാണ്. പക്ഷേ നല്ല തിരക്കഥയും നല്ല സംവിധായകരും ഒത്തുചേരുന്ന ഒരു രസതന്ത്രം ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി ചിത്രങ്ങൾക്ക് ലഭിച്ചില്ല. നിവിൻ പോളിയുടെ മുന്നേറ്റം നല്ല മുന്നേറ്റമായിരുന്നു. നല്ല മുന്നേറ്റം എന്ന് വെച്ചാൽ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് പടവെട്ടിയത്. ഒറ്റയ്ക്ക് പടവെട്ടി തൻ്റെതായ ആരാധകരെ സൃഷ്ടിച്ചു അദ്ദേഹം. തമിഴിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രേമം എന്ന ചിത്രം തമിഴ്നാട്ടിൽ 100 ദിവസത്തിലധികമാണ് പ്രദർശിപ്പിച്ചത്. നിവിൻ പോളിയുടെ അഭിനയത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല, ബിഹേവ് ചെയ്യുകയാണെന്നേ തോന്നുന്നു. സത്യനും മോഹൻലാലിനും ഒക്കെ സാധ്യമായ ഈ കല നിവിൻ പോളിക്കും സാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടു യുവാക്കൾ. ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ഇറങ്ങിയപ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പായി മാറി. കായംകുളം കൊച്ചുണ്ണിയിലൂടെ നിവിൻ പോളി സൂപ്പർ താരമായി മാറിയെന്ന് പലരും പ്രവചിച്ചു, പലരും പ്രശംസിച്ചു. പക്ഷേ കയറിപ്പോയ അതേ വേഗത്തിൽ തിരിച്ചിറങ്ങുക എന്നുള്ളത് സമകാലിക സിനിമയിൽ നിവിൻ പോളിക്ക് സംഭവിച്ച വലിയൊരു തിരിച്ചടിയാണ്. 7 കടൽ 7 മല എന്ന തമിഴ് ചിത്രമാണ് നിവിൻ പോളി ഉറ്റുനോക്കുന്ന പ്രോജക്റ്റ്. ആ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. എന്നാൽ നിവിൻ പോളിയുടെ കരിയർ മാറ്റിമറിക്കുന്ന ഒരു മലയാള ചിത്രം ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ നിലനിൽപ്പുണ്ടാകൂ. തമിഴ് സിനിമയിൽ അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പ് കണ്ടെത്താൻ, അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ സ്വന്തമായ ഒരു സിംഹാസനം കണ്ടെത്താൻ നിവിൻ പോളിക്ക് കഴിയില്ല. കാരണം അവിടെ ഒരുപാട് നടന്മാരുണ്ട്, കാർത്തിയെ പോലെയുള്ള പൊൻവിലയുള്ള താരങ്ങളുണ്ട്. എന്തായാലും നിവിൻ പോളിയുടെ വിധി ഒരു വല്ലാത്തൊരു വിധിയാണ്. ഒറ്റയ്ക്ക് പടവെട്ടി മുന്നേറിയവൻ ഒടുവിൽ തളർന്നു നിൽക്കുന്ന കാഴ്ച. നല്ല തിരക്കഥയും സംവിധായകരും ഉണ്ടെങ്കിൽ നിവിൻ പോളി ചിത്രങ്ങൾക്ക് മാർക്കറ്റുണ്ട്. പക്ഷേ തുടർച്ചയായ പരാജയം അദ്ദേഹത്തെ തകർത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.